നമസ്കാരം. LDFുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് മുതൽ PV അൻവർ UDF പ്രവേശനത്തിനായി 18 അടവും പയറ്റി വരികയാണ്. എന്നാൽ ഇല്ലത്ത് നിന്നും ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് ഒട്ട് എത്തിയതുമില്ല എന്ന് പറയുന്നത് പോലെയാണ് PV അൻവറിന്റെ നിലവിലെ അവസ്ഥ. മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ച് LDFിൽ നിന്നും പടിയിറങ്ങിയ അൻവറിന് UDF പ്രവേശനം ഇനിയും സാധ്യമായിട്ടില്ല. എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറാൻ പഠിച്ച പണി 18ഉം കുറച്ചു കാലമായി അൻവർ നോക്കുന്നുണ്ട്. ഇതിനായി തമിഴ്നാട്ടിലെ DMK വഴി UDFിലേക്ക് കയറാൻ നോക്കി. അത് നടക്കാതെ വന്നതോടെ സ്വന്തം DMK ഉണ്ടാക്കി കുറച്ചു കാലം പ്രവർത്തിച്ചു. ഒടുവിൽ UDF മുന്നണി ലക്ഷ്യമിട്ടുകൊണ്ട് MLA സ്ഥാനവും രാജിവെച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ കയറിപ്പറ്റി അൻവർ. കേരളത്തിൽ തൃണമൂൽ നേതാവായി വിലസി കൺവെൻഷനൊക്കെ സംഘടിപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിൽ UDFിലേക്ക് പാലമിടാനാണ് അൻവർ ലക്ഷ്യമിട്ടത്. എന്നാൽ നീക്കം ഉപതെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാളിയ അവസ്ഥയിലാണ്. PV അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ UDFിൽ ഇപ്പോഴും ഏകസ്വരം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാന പ്രശ്നം. നിലനിൽക്കുന്നിടത്തെല്ലാം വിവാദമുണ്ടാക്കുന്ന അൻവറിനെ എന്തിന് മുന്നണിയിലെടുക്കണമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുന്നണിയിലെടുത്താൽ ഭാവിയിൽ അത് വലിയ തലവേദനയാകുമെന്ന് പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ UDF പ്രവേശന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. എന്നാൽ എങ്ങനെയും മുന്നണിയിൽ കയറാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതും. അതേസമയം തൃണമൂൽ കോൺഗ്രസുമായി UDFിൽ കയറാമെന്ന അൻവറിന്റെ മോഹം നടക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയില്ല എന്നതാണ് പ്രധാന കാര്യം. ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആ പാർട്ടിയെ മുന്നണിയിൽ എടുക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം PV അൻവറിനെ UDFിൽ എടുക്കുന്നതിനോട് ദേശീയ നേതൃത്വത്തിന് എതിർപ്പില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ച് നിൽക്കാത്ത തൃണമൂലുമായി സംസ്ഥാനത്ത് കൈകോർക്കാനാവില്ലെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കണക്കിലെടുത്താണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുന്നണി പ്രവേശനം കാത്തുനിൽക്കുന്ന അൻവറിനെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം അറിയിക്കും. ഈ മാസം 23-ന് അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇക്കാര്യം പറയും. ഇതോടെ അൻവറിന് മുന്നിൽ വീണ്ടും ഒരു പാർട്ടി മാറ്റത്തിന്റെ സമയത്തിനാണ് കളമൊരുങ്ങുന്നത്. തൃണമൂലിന്റെ സംസ്ഥാന കൺവീനറായ അൻവർ പാർട്ടി ഉപേക്ഷിച്ച് UDFിൽ ചേരാൻ തയ്യാറാകുമോ എന്നും അറിയേണ്ടതുണ്ട്. മുന്നണിയിൽ കയറാതെ നിലനിൽപ്പില്ലെന്ന സാഹചര്യത്തിൽ അൻവർ അതിനും തയ്യാറാണെന്നാണ് സൂചനകൾ. VS ജോയിയോടാണ് താല്പര്യമെങ്കിലും UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ അറിയിച്ചിട്ടുണ്ട്. പകരം ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിൽ എടുക്കണമെന്നാണ് ആവശ്യം. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസും തൃണമൂലും ഒന്നിച്ചു നിന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തെറ്റിപ്പിരിഞ്ഞു. കോൺഗ്രസിനൊപ്പം സഖ്യത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച തൃണമൂൽ നേതാവ് മമതാ ബാനർജി ലോക്സഭാ പോരിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച് തൃണമൂൽ രംഗത്ത് വന്നതും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. തരം കിട്ടുമ്പോഴെല്ലാം കടന്നാക്രമിക്കുന്ന തൃണമൂലുമായി കേരളത്തിൽ ഒന്നിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഒറ്റയ്ക്ക് വന്നാൽ ഒപ്പം കൂട്ടാമെന്ന കോൺഗ്രസ് നിലപാടിൽ മമതയുടെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും അൻവർ തീരുമാനമെടുക്കുക. നിലമ്പൂർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തുന്നില്ലെന്നും വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെയോ VS ജോയിയെ തീരുമാനിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അംഗീകരിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്.